ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് എത്ര രൂപ ചെലവ് വരും? 4 ലക്ഷം, 5 ലക്ഷം, പിന്നെയും കൂടിയാൽ 25 ലക്ഷം വരെ ചെലവ് വരും അല്ലേ? അതും MLA-മാരുടെ പ്രാദേശിക വികസന ഫണ്ട് ചെലവഴിച്ചിട്ടാകുമ്പോൾ അത്രയും ആയില്ലെങ്കിലേ അതിശയമുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് വെറും ഒരു ഷെഡ് പണിയാൻ വേണ്ടി ലോൺ എടുക്കാനുള്ള ഓട്ടത്തിലാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ അതിൽ അത്ര അതിശയോക്തി കാണേണ്ടതില്ല. പറയുമ്പോൾ അത്യന്താധുനിക സൗകര്യങ്ങളെല്ലാമുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം എന്നൊക്കെയാണ് വെപ്പ്. അവിടെയും തീരുന്നില്ല. യാത്രക്കാരെ പോലും തടസ്സപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഉദ്ഘാടന മഹാമഹം വേറൊരു വഴിക്കും. എങ്ങനുണ്ട് കാര്യങ്ങൾ? ഈ അത്യന്താധുനികം എന്ന് പറഞ്ഞ് ഒരുക്കിയെടുത്ത ഈ കാത്തിരിപ്പ് കേന്ദ്രങ്ങൾക്കുള്ളതാകട്ടെ 4 ഇരുമ്പുകാലുകൾ, പിന്നെ ഇരിക്കാൻ ഇരുമ്പ് പൈപ്പ് വളച്ചു കുത്തിക്കൊണ്ടുള്ള ഇരിപ്പിടങ്ങൾ. യാത്രക്കാർ ലാവിഷ് ആയിക്കോട്ടെ എന്ന് കരുതി ചെയ്തതാണ്. അതിനേക്കാൾ വലിയ രീതിയിൽ അത്യന്താധുനിക സൗകര്യങ്ങളോടെ MLA-യുടെ പേരും ചെലവാക്കിയ തുകയും വെണ്ടയ്ക്ക അക്ഷരത്തിൽ പതിപ്പിക്കുകയും ചെയ്യും. MLA കയ്യിലുള്ള ബാക്കി കാശ് മുടക്കി അഭിവാദ്യങ്ങളും അഭിനന്ദനങ്ങളുടെ പൂച്ചെണ്ടും വാരിക്കോരി നാടൊട്ടുക്ക് ഫ്ലെക്സും വയ്ക്കും. ഇത്രയൊക്കെ പോരെ എന്ന് നാട്ടിലെ ശിങ്കിടികളെ കൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം പറയിക്കുകയും ചെയ്യും. ഇതാണ് പതിവ് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ പൊതുവിലുള്ള രാഷ്ട്രീയ പ്രാധാന്യം. പക്ഷേ ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിന് ഈ പറയുന്ന ലക്ഷങ്ങളൊന്നും വേണ്ട എന്ന് തെളിയിച്ചിരിക്കുകയാണ് മലയാറ്റൂരിലെ നാട്ടുകാർ. ആകെ ചെലവായ തുക 1,22,000. അത് നന്നായി തന്നെ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പതിപ്പിച്ചിട്ടുമുണ്ട്. അവിടെയും തീരുന്നില്ല. ഇതിന്റെ നിർമ്മാണം നാട്ടുകാരായി നടത്തിയതുകൊണ്ട് കാര്യമായി സംഭാവന വാങ്ങിയിട്ടുണ്ട്. എന്നാൽ ഇത് അത്ര രഹസ്യമായ കാര്യമല്ല. 500 രൂപ മുതൽ 5000 രൂപ വരെ സംഭാവനയായി ലഭിച്ചിട്ടുണ്ട്. ഇത് വ്യക്തമായി അവിടെ ഒരു ബോർഡിൽ പേരടക്കം പ്രദർശിപ്പിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ വളരെയധികം സുതാര്യത കാത്തുസൂക്ഷിക്കാൻ ഇവിടുത്തുകാർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. ഇനി ഒരു ചോദ്യം, ലക്ഷക്കണക്കിന് രൂപ മുതൽ മുടക്കി എന്ന് പറയുന്ന ഈ ജനപ്രതിനിധികൾക്ക് ഇനവിവരം തിരിച്ച് ചെലവായ തുക ഈ പറയുന്നത് പോലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ പ്രദർശിപ്പിക്കാനുള്ള ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ജനകീയ ഓഡിറ്റിങ്ങിന് വിധേയമാക്കാനുള്ള ധൈര്യവും കൂടി ഉണ്ടോ? അതുമാത്രമല്ല, ഇത് കേവലം ഒരു കാത്തുനിൽപ്പ് കേന്ദ്രം മാത്രമല്ല. ഇവിടെ മറ്റൊരു ബോർഡ് കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. അത് കാണുമ്പോൾ നാട്ടുകാരോട് ഒരു ബഹുമാനമൊക്കെ തോന്നിപ്പോകും. അതെന്താണെന്ന് നോക്കാം. നമ്മൾ വിവിധ അസുഖങ്ങൾക്ക് മരുന്നുകൾ ഉപയോഗിക്കുന്നവരാണ്. മിക്കപ്പോഴും രോഗം മാറിക്കഴിഞ്ഞ് ബാക്കി വരുന്ന ഈ മരുന്നുകൾ മിക്കപ്പോഴും എടുത്തു കളയുകയോ അല്ലെങ്കിൽ പൊടിക്കിരിക്കാനുള്ള സ്ഥലമാക്കി മാറ്റുകയാണ് പതിവ്. എന്നാൽ ഇനി അത് വേണ്ട എന്നാണ് ഇവിടുത്തുകാർ പറയുന്നത്. ഇങ്ങനെ കാലാവധി തീരാത്ത മരുന്നുകൾ ഇട്ടുവെക്കുന്നതിനായി ഒരു പെട്ടി ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ നിക്ഷേപിക്കാനാണ് ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന മരുന്നുകൾ അടുത്തുള്ള അഗതി മന്ദിരത്തിൽ ഏൽപ്പിക്കുന്നതിനും അതുവഴി മറ്റുള്ളവർക്ക് മരുന്ന് എത്തിക്കുന്നതിനും കഴിയും. അതും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം സമൂഹത്തിന് നൽകുന്ന നല്ലൊരു സന്ദേശമാണ്. അവശ്യ സർവീസുകളുടെ ഫോൺ നമ്പറുകൾ, ഓട്ടോറിക്ഷക്കാരുടെ നമ്പറുകൾ എന്നിവയും ഈ കാത്തിരിപ്പ് കേന്ദ്രത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് മലയാറ്റൂരിൽ വെറും 1.25 ലക്ഷം രൂപ പോലും ചെലവാക്കാതെ നിർമ്മിച്ച ഈ ബസ് കാത്തുനിൽപ്പ് കേന്ദ്രത്തിലുള്ളത്. ഇനിയെങ്കിലും ജനം സത്യം തിരിച്ചറിയണം. ഒരു കാത്തിരിപ്പ് കേന്ദ്രത്തിന് ലക്ഷങ്ങൾ പൊടിച്ചെന്ന് പറയുമ്പോൾ ഇനി ജനം തിരിച്ചു ചോദിക്കും, അത്രയ്ക്കൊക്കെ വേണോ സാറേ എന്ന്.